കൂട്ടുകാരികളെ കൊണ്ട് വീട്ടിൽ താമസിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലത് നടക്കാം, ചിലപ്പോൾ വേറെ വല്ലതും നടന്നാലോ. എന്തായാലും ജെസ ടീച്ചറിൻ്റെ മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ജെസ. എനിക്ക് 27 വയസ്സുണ്ട്. ഞാനൊരു പ്രൈവറ്റ് സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുകയാണ്. യഥാർത്ഥ പേരല്ല. എൻ്റെ ഭർത്താവ് ഒരു ബിസിനസ്മാനാണ്. 1.5 വർഷമായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട്. സ്കൂളിൽ എൻ്റെ ഏറ്റവും വലിയ അടുപ്പക്കാരി ഗോപിക ടീച്ചറാണ്. ഹസ്ബൻഡ് ഗൾഫിലാണ്. കുട്ടികളില്ല. എന്നേക്കാൾ 3 വയസ്സിന് മൂത്തതാണ് ടീച്ചർ. ഞങ്ങൾ രണ്ടുപേരും വാടി പോടി എന്ന ടൈപ്പ് ബന്ധമാണ്. എന്ത് വേണമെങ്കിലും തുറന്നു പറയാം. എൻ്റെ കല്യാണത്തിന് മുമ്പ് എനിക്ക് പരിചയമുണ്ട്. പിന്നെ അവൾ ഇടയ്ക്ക് ലീവ് എടുത്ത് കുറേ നാൾ ഗൾഫിലായിരുന്നു. ആ സമയത്താണ് എൻ്റെ കല്യാണം നടന്നത്. ഞാൻ വിളിച്ചിങ്ങനെ പറയും, ഫോട്ടോ കാണിക്കും, അത്രയേ ഉള്ളൂ. ഒരു 4-5 മാസം മുമ്പാണ് വന്നത്. വീട്ടിലേക്ക് വരാനുള്ള ഒരു സമയം കിട്ടിയില്ല. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വരണമെങ്കിൽ അനുകൂലമായ സിറ്റുവേഷൻസ് വേണ്ടേ. അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കാൻ പോയില്ല. അവളും എന്നോടൊന്നും ചോദിച്ചില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ നടന്നതും ഞാൻ അത്ര രീതിയിൽ പ്രതീക്ഷിച്ച ഒരാളൊന്നുമല്ല എൻ്റെ ഭർത്താവായി വന്നത്. എനിക്ക് ശരിക്കും വെളുത്ത് തൊടുത്ത് അമൂൽ ബേബിയെ പോലെയുള്ള സുന്ദരനായ ഒരു ഭർത്താവിനാണ് ഇഷ്ടം. എൻ്റെ ഭർത്താവ് സുന്ദരനല്ലെന്നല്ല, പക്ഷേ ബലിഷ്ഠനായ ഒരു ആണത്തും അധികം കൂടിയ ആളാണെന്ന് എനിക്കങ്ങ് തോന്നുകയാണ്. എനിക്ക് കുറച്ച് സോഫ്റ്റായ ആൾക്കാരാണ് ഇഷ്ടം. ഇത് പക്ഷേ കണ്ടാൽ നമുക്ക് ഒരു ഗൗരവമൊക്കെ തോന്നും. എന്തായാലും വീട്ടുകാരെ പറഞ്ഞപ്പോൾ പിന്നെ കല്യാണം കഴിക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ കല്യാണം കഴിച്ചതാണ്. എൻ്റെ ആ ഒരു ഊഹവില്ലേ ആദ്യ ദിവസം തന്നെ ശരിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായേ. എന്താണെന്നറിയാമോ, എന്നോട് ആദ്യ ദിവസം വൈകുന്നേരമായപ്പോൾ പറയുകയാണ്, ഞാൻ ഒരു കാര്യം പറയാം, ഇന്നത്തെ ദിവസം ക്ഷീണമാണെന്ന് പറഞ്ഞ് ഒന്നും മുടക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്നും. ഞാൻ അത് കേട്ടിരുന്നു. ഒന്നും മിണ്ടിയില്ല. അഭിപ്രായ പ്രകടനം നടത്താൻ എനിക്ക് മുൻപരിചയമൊന്നുമില്ലല്ലോ. ഞാൻ ഒന്ന് മൂളി. അന്നേരം ഞഞ്ഞാ പിഞ്ഞാ പറയരുത് എന്നോട് പറഞ്ഞു. അങ്ങനെ ഹാർഷായൊരു വാചകം ഉപയോഗിച്ചപ്പോൾ ഇയാളുടെ കൂടെ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും എന്നോർത്ത് ശരിക്കും ഞാൻ വിഷമിച്ചു പോയി. പക്ഷേ അതൊന്നും ഞാൻ മുഖത്ത് ഭാവിച്ചില്ല. പാലും തന്ന അമ്മായിമ്മ എന്നെ മണിയറയിൽ പറഞ്ഞു വിട്ടു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചെന്നാട മുന്നിൽ അകപ്പെട്ട ഒരു ആട്ടിൻകുട്ടിയുടെ മനസ്സായിരുന്നു എനിക്ക്. എന്നെ അടിപിടി നോക്കി. എന്നിട്ട് എന്നോട് പറഞ്ഞു, പോയി നൈറ്റി ഇട്ടുകൊണ്ട് വരാൻ. ഞാൻ നൈറ്റി തിരികെയാണ്. എവിടെ നൈറ്റി എന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ ഒരു സെറ്റ് സാരി എടുത്തോണ്ടാണ് പോയത്. അപ്പോൾ പറഞ്ഞു, ദേ ആ കവറിൽ നൈറ്റി ഇരിപ്പുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, എൻ്റെ മുന്നോച്ച് തന്നെ അത് ധരിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, പറ്റില്ല, എനിക്ക് നാണമാണെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇനിയിപ്പം നാണം വിചാരിച്ചിട്ട് യാതൊരു കാര്യമില്ലെന്നും. ഞാൻ പറഞ്ഞു, പറ്റില്ലെന്ന്. അതും എടുത്തോണ്ട് ഞാൻ ബാത്റൂമിലേക്ക് പോയി. എന്നിട്ട് ധരിച്ചു വന്നു. എന്നെ കണ്ടപ്പോൾ പുള്ളി ഒന്ന് ചുഴിഞ്ഞു നോക്കി. ഞാനൊന്നും മിണ്ടിയില്ല. എൻ്റെ അടുത്ത് വന്ന് പ്രണയഭാവത്തിലൊന്ന് നോക്കി. പ്രണയമാണോ അതോ വേറെന്തെങ്കിലും ആണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് സംഭവിച്ചത് എനിക്ക് മനസ്സിലായതേയില്ല. കാര്യം നൈറ്റി ചിന്ന ഭിന്നമായി പോയപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഇയാൾ എന്തിനിത് കാണിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. സിനിമയിൽ ചില വില്ലന്മാരില്ലേ, അവരെ പോലെയായിരുന്നു ഭാവപ്രകടനങ്ങൾ. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എൻ്റെ കൺട്രോളിലായിരുന്നില്ല ഒന്നും. എനിക്ക് ഒരു വാക്ക് പോലും ഒന്ന് മുക്കാനും മൂളാനുമുള്ള അവസരം കിട്ടിയില്ല. അതിർത്തിയിലെ നുഴഞ്ഞു കയറ്റക്കാർ വലിയ കാടും മേടും താണ്ടി മരഞ്ചെരുവുകളിൽ ഊർന്നിറങ്ങി താഴ്വരയിൽ കൂടി അകത്തേക്ക് കയറി കീഴടക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് പക്ഷേ ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചില്ല. ഞാൻ കൂടുതൽ ശബ്ദമുഖരിതമാകും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അതിനുള്ള അവസരം അദ്ദേഹം കൈകൾ കൊണ്ട് തടുത്തു നിർത്തിയത്. എന്തായാലും ആദ്യത്തെ സംഭ്രമജനകമായ നിമിഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് താളക്രമത്തിലൂടെയുള്ള ഒരു ഗാനസഞ്ചാരമായിരുന്നു അവിടെ നടന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെ പറഞ്ഞു തോർത്തു, എടി 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അത്രയുള്ളെന്ന്. പക്ഷേ അരമണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കും ആ നാദധാരയിൽ അലിഞ്ഞു ചേരേണ്ടി വന്നു. ഇതിനിടയ്ക്ക് എപ്പോഴോ 2 വട്ടം ഞാനും 2 പാട്ടിൻ്റെ ഗാനധാര ഉരുകിയൊലിച്ച് ഇറങ്ങുന്ന അനുഭവത്തിലൂടെ കടന്നുപോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ കൂട്ടുകാരി അവൾ നേരത്തെ കല്യാണം കഴിച്ചതാണെങ്കിലും അവൾ പറഞ്ഞതൊന്നുമല്ല സത്യം. സത്യം ഈ ഭൂമിക്കും അപ്പുറത്ത് ഒളിഞ്ഞിരിക്കുന്നു. പിറ്റേ ദിവസം അവൾ എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു മോളെ എന്ന്. ഞാൻ പറഞ്ഞു, ഇന്നലെ റെസ്റ്റ് ആയിരുന്നു എന്ന്. എനിക്ക് അവളോട് ആദ്യമേ തന്നെ ഇതൊക്കെ വിളിച്ചു പറയാൻ വല്ലാത്ത മടി. അതും വിചിത്ര സ്വഭാവക്കാരൻ. എല്ലാം കീറി മുറിച്ചെറിഞ്ഞ കാര്യങ്ങളൊക്കെ അവളോട് എങ്ങനെ പറയുക. പിറ്റേ ദിവസം ഞാൻ എനിക്കിഷ്ടമുള്ള വസ്ത്രമാണ് ധരിച്ചത്. അതിൽ ഭർത്താവ് ഒന്നും പറഞ്ഞില്ല. മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴെന്നോട് പറഞ്ഞു, ഇന്ന് പുതുമയുള്ള രീതിയാണെന്ന്. ഞാൻ ചോദിച്ചു, എന്താണെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് ആദ്യം അടിക്കാടുകൾ മറയ്ക്കപ്പെടും. പക്ഷേ മുകളിലെ മൽഗോവ മാമ്പഴത്തോട്ടം ഇന്ന് മറക്കില്ല.
മറക്കാതെ നീ എൻ്റെ മുന്നിലിരുന്ന് സംസാരിക്കണം. നിൻ്റെ ജീവിതത്തിലുണ്ടായ പഴയ കഥകളൊക്കെ പറയണം. പ്രേമം ഉണ്ടെങ്കിൽ അതും പറയണം. പഴയ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും പറയണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, പക്ഷേ എനിക്ക് ഈ പറഞ്ഞത് അനുസരിക്കാൻ വയ്യെന്ന് പറഞ്ഞപ്പോഴേക്കും പുള്ളി കണ്ണുരുട്ടി. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇരുന്നു. ഇടയ്ക്ക് അദ്ദേഹം അടുത്ത് വന്നു. കിന്നാരവും പുന്നാരവും പറഞ്ഞു. ചില കുസൃതികൾ കാണിച്ചു. എന്നോട് പല ചോദ്യങ്ങളും ചോദിച്ചു, പല കഥകളും ചോദിച്ചു. അറിയാവുന്നതൊക്കെ ഞാൻ മറുപടി പറഞ്ഞു. ചില കാര്യങ്ങൾ ഞാൻ മറച്ചു വെച്ചു. എല്ലാം ഒന്നും ആണുങ്ങളോട് പറയരുതെന്ന് എൻ്റെ കൂട്ടുകാരി ഉപദേശിച്ചിരുന്നു. അങ്ങനെ എന്തായാലും അന്ന് ഇത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും കൊടിയേറ്റവും വേലയും പൂരവും ഒക്കെയായിരുന്നു. അവൾ പറഞ്ഞ 10 മിനിറ്റ് കൊണ്ട് എല്ലാം തിരിയെന്ന് വിചാരിച്ചെന്ന് ഞാൻ ചിലപ്പോൾ 2, 3, 4 മണിക്കൂറുകൾ എല്ലാം മറന്ന് സ്ഥലകാല ബോധമില്ലാത്തവളായി തീരുകയായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മളും ആ അടിയൊഴുക്കിൽ പെട്ടുപോകും. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കൂളായി. എനിക്ക് ആവശ്യം ഇങ്ങനെ ഒരാളെ തന്നെയാണ്, അല്ലാതെ ഞാൻ പണ്ട് വിചാരിച്ചിരുന്ന പോലെ വെളുത്തു തുടുത്ത ഒരു മത്തങ്ങാക്കുട്ടനെയല്ല. ഇതാണ് എൻ്റെ ആവശ്യം എന്ന് മനസ്സിലായി. എങ്കിലും ഞാൻ അവളോട് ഒന്നും പറഞ്ഞില്ല. അവൾ വിളിക്കുമ്പോഴൊക്കെ എന്നോട് ചോദിക്കും, എങ്ങനെയുണ്ട് മോളെ, സുഖമില്ലേ? ഞാൻ പറയും, എല്ലാവരും അഡ്ജസ്റ്റ്മെൻ്റ് അല്ലടി, അങ്ങനെ പോകുന്നു. അവളോട് പറയാൻ പറ്റില്ല. കന്നിനെ കായം കാണിക്കരുതെന്ന് പണ്ട് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും പറഞ്ഞില്ല. കാര്യം അവൾക്ക് ഇന്നരിച്ച് ചോദിക്കും. ഞാൻ ഓരോ വാക്കും വിവരിക്കേണ്ടി വരും. ഇവിടെ അമ്മായിമ്മയുണ്ട്, പിന്നെ ഭർത്താവുണ്ടല്ലോ, അപ്പോൾ എങ്ങനെ ഇതൊക്കെ പറയുക? എന്തായാലും അവൾ വന്നു കഴിഞ്ഞപ്പോഴില്ലേ എൻ്റെ അമ്മായിയമ്മ മകളുടെ വീട്ടിലേക്ക് അങ്ങ് പോയി. അവർ അവിടെ സ്ഥിര താമസമാക്കാണെന്ന് പറഞ്ഞു. മരുമകൻ അവിടെ ഇല്ലത്രേ. എന്തായാലും അത് എനിക്കൊരു റിലാക്സേഷനായി. കാര്യം ഇത്തിരി ചൊറിച്ചിൽ അമ്മായിമ്മയ്ക്കുണ്ടായിരുന്നു. പിന്നെ ഭർത്താവും ഞാനും മാത്രമായി. അപ്പോഴില്ലേ മാഡം, ഉച്ചയ്ക്കൊന്ന്, വൈകിട്ടൊന്ന്, രാവിലെ ഒന്ന് എന്ന് പറഞ്ഞതുപോലെ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ സ്കൂളിൽ പോകുമ്പോൾ നടക്കില്ല. അല്ലാത്ത ദിവസങ്ങളിൽ ബിസിനസ് ഒന്നുമില്ലാതെ ഇങ്ങേരെ ഇവിടെ ഇരുന്നാലല്ലേ എനിക്ക് പിന്നെ ഇരിക്കപ്പുറതിയില്ല. അങ്ങോട്ടോടണം ഇങ്ങോട്ടോടണം, എപ്പോഴും അങ്ങേർക്കും ആവശ്യമില്ലാത്ത ഒരു ചിന്തകളാണ്. ഇങ്ങനെയുമുണ്ടോ? അതുമാത്രമല്ല, വസ്ത്രങ്ങളോടൊക്കെ അമിതമായ എന്തോ ആവേശവും താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. എന്തായാലും ഇതൊക്കെ ഞാൻ മനസ്സിൽ വെച്ചു. പിന്നീടാണ് ടീച്ചർ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവളോട് ഞാൻ ആദ്യം ഒന്നും പറഞ്ഞില്ല. അവസാനം ഒരു ദിവസം അവൾ അവളുടെ കഥകളൊക്കെ പറഞ്ഞു. മോളെ ഗൾഫിൽ പോയി നിന്നിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അങ്ങേർക്കും ഒരു 10 മിനിറ്റ് താണ്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാട്ടിൽ കൊണ്ടുവന്ന് ഇനി ദൂരെ എവിടെയെങ്കിലും പോയി നല്ല ചികിത്സ കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഈ ടൈമിനോട് നിനക്ക് ഇത്രയ്ക്ക് എന്താ വാശി? അങ്ങനെ വേണം മോളെ. കാര്യം എൻ്റെ മനസ്സും എൻ്റെ ശരീരവും അത് എനിക്കല്ലേ അറിയുകയുള്ളൂ. അതുകൊണ്ട് എനിക്കും അരമണിക്കൂർ. ഞാൻ പറഞ്ഞു, അരമണിക്കൂറോ? അരമണിക്കൂർ കാണില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഒരു 20 മിനിറ്റെങ്കിലും വേണം. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോടി എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു പോയി, ഉണ്ട് ഗോപിക മോളെ, ഉണ്ട്. അവൾ വലിയ ആകാംക്ഷയോട് ചോദിച്ചു, ആരാണെന്ന്. അതിനിപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ? നിനക്ക് ഭർത്താവുണ്ടല്ലോ എന്ന് വെച്ചപ്പോൾ അവൾ പറഞ്ഞു, അതിനൊന്നും അല്ലടി, കേൾക്കാനുള്ള ആഗ്രഹത്തിനാണെന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഭർത്താവ് തന്നെ. അവൾ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. എന്തുകൊണ്ട് എണ്ണി എന്നോട് കാര്യങ്ങൾ പറഞ്ഞില്ല? ഇത്രയും സംഭവങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ച ഒരാളെപ്പറ്റി നീ എന്തുകൊണ്ട് എന്നോട് വിവരിച്ച് പറഞ്ഞില്ല? നീ ഒരു പെരിക്കള്ളിയാണ്. എല്ലാം നിന്നോട് മറച്ചു വെച്ചല്ലോ. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കാര്യമടക്കം എല്ലാം നിന്നോട് തുറന്നു പറഞ്ഞു. പക്ഷേ നീ എന്നെ അന്യായിട്ട് കരുതി എന്ന് പറഞ്ഞ് അവൾ പിണങ്ങി. പിന്നെ കുറച്ച് ദിവസം മിണ്ടിയതേയില്ല. ഞങ്ങൾ രണ്ടുപേരും കാണും, കണ്ണിൽ നോക്കും. അവളപ്പം എന്നെ മുഖം വെട്ടിച്ച് അങ്ങ് പോകും. പിന്നെ ഞാൻ ചെന്ന് ക്ഷമാപണം പറഞ്ഞു. ഞാൻ A to Z ആദ്യം മുതലേ പറയാം, വേണമെങ്കിൽ ഫോട്ടോ വരെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവൾ പറഞ്ഞത് ശരിയെന്ന്. ഇതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഫോട്ടോ ഒന്നും എൻ്റെ കയ്യിലില്ല. പക്ഷേ ഒരു ദിവസം ഹസ്ബൻഡ് അന്നത്തെ മഹായോഗം നടക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, ഇന്ന് ഞാൻ പുതിയ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, വില കൂടിയ സംഗതികൾ വാങ്ങിക്കരുത്, ഒത്തിരി പണം പോകും. ഞാൻ പറഞ്ഞേക്കാം, വില കുറഞ്ഞത് കൊണ്ടുവന്നാൽ മതി, ഇതെല്ലാം എടുത്ത് കളയാനുള്ളതല്ലേ എന്ന് പറഞ്ഞു. ഇന്നത്തേത് ഒരു 200 രൂപയുള്ളൂ എന്ന് പറഞ്ഞു. ഓരോരോ ക്രേസുകളെ, തുണികളിങ്ങനെ നശിപ്പിച്ച് കളയാൻ എന്തെങ്ങേർക്ക് എന്ന് ഞാൻ ഓർത്തു. എന്തായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ, ഓണമല്ല
പൊന്നോണം. അപ്പം പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വിചിത്രമായ ഇഷ്ടങ്ങൾ ഞാനങ്ങ് സഹിക്കുക, അതെനിക്കൊരു പ്രശ്നമായി പിന്നീട് തോന്നിയില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന്. എന്നോട് ചോദിച്ചു എന്തിനാ ഫോട്ടോ എന്ന്. ഞാൻ പറഞ്ഞു സ്കൂളിൽ പോകുമ്പോൾ കണ്ടുകൊണ്ടിരിക്കാനാണ്, എനിക്ക് ചേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നും. അപ്പോൾ പുള്ളി പറഞ്ഞു ആ വാനോളം ഉയർന്നു നിൽക്കുന്ന ഒരു ഫോട്ടോ നീ ഇന്ന് എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എടുത്തു. എന്തിനാണെന്നറിയാമോ? അവളെ കാണിക്കാൻ. പക്ഷെ പറയാൻ പറ്റില്ലോ. അങ്ങനെ ഞാൻ അവളെ കാണിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഞാൻ സാഷ്ടാംഗം വീണ് നമിക്കും മോളെ, എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന്. ഇത് കണ്ടപ്പോൾ എൻ്റെ തലയ്ക്ക് വല്ലാത്തൊരു ചുറ്റൽ പോലെ. ഞാൻ ചോദിച്ചു എന്താടി? എടി മോളെ നീ അടി ഭാഗ്യവതി, ഞാൻ നിൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നിന്നെ ഈ കല്യാണത്തിൽ സമ്മതിക്കില്ല. ഞാൻ ചോദിച്ചു എന്താ? എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഞാൻ ഓടി വരുമായിരുന്നടി, മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഞാൻ വന്ന് തപസ് ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്ന് പോടി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ. അവൾ പറഞ്ഞു നീ ലോട്ടറി അടിച്ചവളാടി, എനിക്ക് കണ്ടിട്ട് തല കറങ്ങുന്നു, എനിക്ക് തലകറക്കം മാറുന്നില്ല, ഇനി മാറണമെങ്കിൽ തല നന്നായി കറക്കി മുന്നോട്ട് പിന്നോട്ട് വാക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ഐഡിയയും കൊണ്ട് അങ്ങോട്ട് വരില്ലെന്ന്. അവൾ പറഞ്ഞു അതല്ല, എനിക്കിവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട്, ഞാനൊരു സുന്ദരിയല്ലേ. അപ്പോഴാണ് അവൾ അവളുടെ ചില അന്യകാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത്. അവൾ ഇത്രയും നാളും വെറുതെ ഭാവിക്കായിരുന്നു എൻ്റെ ചേട്ടൻ സമയമില്ലെന്നേ ഉള്ളൂ, അദ്ദേഹം എൻ്റെ ദൈവം എന്നൊക്കെ പറഞ്ഞത് കള്ളത്തരമാണ്. ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ചെയിൻ സോങ്ങുകളാണെന്ന് എനിക്ക് മനസ്സിലായി. ഒത്തിരി പാട്ടുപാടി നിനക്ക് എന്താ മോളെ പ്രശ്നം എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനൊന്നും ചോദിച്ചില്ല. ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടിപ്പോകും. എന്തായാലും ഇതൊക്കെ പറഞ്ഞ് ഞാൻ അവളോട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എടി ഇങ്ങനെയൊക്കെയാണ്, വൈകുന്നേരം ആകുമ്പോൾ പല വേഷം കെട്ടലുകളുമാണ്. പിന്നെ അത് മാത്രവുമല്ല തുണികളിലൊക്കെ എന്തോ അമിതമായൊരു വീക്ക്നെസ് ഉണ്ട്. മറ്റുള്ളവരുടെ എടുക്കൂടി. ഞാൻ പറഞ്ഞു അതെനിക്കറിയില്ല. എടി എൻ്റെ അടുത്തൊരു ചെറുക്കനുണ്ടായിരുന്നേ, ഞാനന്ന് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക, BEd കോളേജിൽ. ഞാൻ അപ്പോൾ കോളേജ് കഴിഞ്ഞ് വരുമ്പോഴേക്കും എൻ്റെ തുണികളൊക്കെ ചിലത് കാണാതെ പോകും. ഞാൻ അവിടുത്തെ ആരാ കൊണ്ടുപോകുന്നത്? രാവിലെ ഞാൻ എല്ലാം അലക്കി നനച്ചിട്ടിരുന്നാണേ, പക്ഷെ വൈകുന്നേരം വരുമ്പോൾ കാണില്ല. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു വല്ല പട്ടിയോ പൂച്ചയോ കാക്കയോ കൊണ്ടുപോയായിരിക്കുമെന്ന്. പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല. ഒരു ദിവസം രാത്രിയിൽ ഞാൻ കള്ളനെ കണ്ടുപിടിച്ചു. അത് ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു പയ്യനായിരുന്നു, എന്നേക്കാൾ 3 വയസ്സിനുള്ളത്. എന്നിട്ട് നീ എന്ത് ചെയ്തു? എന്ത് ചെയ്യാൻ? ചെക്കനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ തുണിയുടെ പുറകെ നടക്കരുത്, പകരം ആ തുണിയുടെ ഉടമയായ എൻ്റെ പുറകെ നിനക്ക് വന്നുകൂടെയെന്ന്. ചെക്കന് പേടിയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു ഇത് തെളിവ് സഹിതം ഞാൻ എല്ലാവരോടും പറയും, അതുകൊണ്ട് മര്യാദയ്ക്ക് നീ വരണമെന്ന്. എന്നിട്ട് അവൻ വന്നോ മോളെ? പിന്നെ വരാതെ അവനെ ഞാൻ വെറുതെ വിടുമോ? അങ്ങനെയാണ് മോളെ അവന് ഞാനും കൂടെ വിദ്യാരംഭം പഠിച്ചത്. ഞാൻ ഒരു കാര്യം ചെയ്യാം, നിൻ്റെ വീട്ടിലേക്ക് വന്ന് കുറച്ച് ദിവസം നിൽക്കാം. എന്തിനാടി? നിൻ്റെ ഭർത്താവിൻ്റെ കുഴപ്പങ്ങൾ ഞാനൊന്ന് കണ്ടറിയട്ടെ. അതിനങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നീയല്ലേ പറഞ്ഞത് ഈ വസ്ത്രങ്ങളുടെ കാര്യമൊക്കെ കുഴപ്പമാണെന്ന്. ഞാനൊന്ന് നോക്കട്ടെ. അവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കുമ്പോൾ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകും. നീ വേറൊന്നും പേടിക്കേണ്ട കാര്യമില്ലെന്ന്. അവളങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വന്ന് താമസിക്കട്ടെ. എന്തിനാ താമസിക്കണ്ടെന്ന് പറഞ്ഞത്? അങ്ങനെയാണ് അവൾ വീട്ടിലേക്ക് വന്നത്. പക്ഷേ അവളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവിന് ആകെ ഒരിളക്കം. അങ്ങോട്ട് ചെന്നിട്ട് അയ്യോ ടീച്ചറെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്താ ഇതൊരു വരാതിരുന്നത്? ഭയങ്കര കൂട്ടാ നിങ്ങൾ തമ്മെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആവശ്യത്തിൽ കൂടുതൽ ഇംപ്രഷൻസ് ഇട്ട് സംസാരിക്കുന്നു. രാവിലെയാണ് അവൾ വന്നത്. അപ്പവും മുട്ടക്കറിയും കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ എൻ്റെ ഭർത്താവിനോട് ചോദിക്കുകയാണ് ചേട്ടൻ കഴിച്ചോ? ഹസ്ബൻഡ് അന്ന് കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചില്ല, എങ്കിൽ ഞാൻ വിളമ്പിത്തരാം എന്ന് പറഞ്ഞ് അധികാരഭാവത്തിൽ വിളമ്പിക്കൊടുക്കുന്നു. എനിക്ക് തോന്നി വന്നതേ പാരയായി, ഇവളെ വിശ്വസിച്ച് ഇങ്ങോട്ട് വരുത്തരുതായിരുന്നെന്നു. പക്ഷേ ഭർത്താവിന് അവൾ വിളമ്പിക്കൊടുത്തപ്പോൾ വല്ലാത്തൊരാനന്ദം. രണ്ടുപേരും കൂടെ കണ്ണിൽ നോക്കുന്നു. എന്തോ പെട്ടെന്ന് കണക്റ്റ് ആയതുപോലെ എൻ്റെ ഭർത്താവ് രാത്രിയിൽ അവളെ അഭിനന്ദിച്ച് സംസാരിച്ചു. എന്തൊരു ചുടിയും ചുണയുമാണ്. ഞാൻ പറഞ്ഞു എനിക്കൊന്നുമില്ലേ, അതല്ല അവളെ കണ്ടാലേ അറിയാം ഊർജ്ജസ്വലതയുള്ള ടൈപ്പാണെന്നും. എനിക്കത് കേട്ടപ്പോൾ പേടിയായി. ഉറക്കം വന്നില്ല. ഇനി രാത്രിയെങ്ങാനും ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് അപ്പുറത്തെ മുറിലേക്ക് ഹസ്ബൻഡ് പോകുമോ? എന്നാലും അവൾ ഞാനും കൂടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് പോവുകയാണ്, ഒരാഴ്ചയുള്ള താമസം എന്ന് പറഞ്ഞു. പക്ഷേ അവൾ 5 ദിവസം കൊണ്ട് അവസാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഞാൻ നീ അടുത്ത ആഴ്ച വരാമെന്ന്. എനിക്കൊരാശ്വാസം. എന്തായാലും വീട്ടിൽ താമസിക്കാൻ വിളിച്ചു. അങ്ങ് പോയല്ലോ. വന്നു, കുറച്ച് ദിവസം നിന്നു, ഇനി പോയി. ഇനി വന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല, 1-2 ദിവസം നിൽക്കും. പക്ഷേ
അവൾ പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ കുറേ സാരി ബ്ലൗസും ഒക്കെ നനച്ച് വിരിച്ചിട്ടാണ് പോയത്. ഞാൻ അവളോട് ചോദിച്ചു, നീ ഇതെടുക്കുന്നില്ലെന്ന്, ഇനി വരാനുള്ളതല്ലേ, അവിടെ കിടന്നോട്ടെ എന്ന്. വൈകുന്നേരമാണ് അവൾ പോകുന്നത്. പക്ഷേ അന്ന് ഹസ്ബൻഡ് എങ്ങും പോയില്ല, അവളെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. എനിക്കിതൊക്കെ വലിയ സംശയമായി. എന്തായാലും തലവേദനയാകുന്ന ഉറപ്പാണ്. അപ്പോൾ അവളെന്നെ വിളിച്ചൊരു കാഴ്ച കാണിച്ചു. എടി നോക്ക്, എൻ്റെ സാരിയൊക്കെ പോയി ശരിയായി എടുത്തിടുന്നത് കണ്ടില്ലെന്ന്. ഈ മനുഷ്യൻ ഇന്ന് വരെ അഴയിൽ കിടന്ന എൻ്റെ സാരി ശരിയായിട്ട് എടുത്തിട്ടിട്ടില്ല. അറിയാതെ എന്നോണം അവളുടെ അഴയിൽ കിടന്ന ത്രികോണം തൊങ്ങലി വെച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് മാറ്റിയിടുന്നത് ഞാൻ കണ്ടു. അവളെന്നെ കാണിച്ചു. എന്നിട്ടുണ്ട് പറഞ്ഞു, എടി നീ സൂക്ഷിക്കണം, മറ്റുള്ളവരോടും നല്ല താല്പര്യമുണ്ട്, അല്ലാതെ തുണി അങ്ങ് കഷ്ണം കഷ്ണമാടി കീറിക്കളയുക മാത്രമല്ല മറ്റു പല കാര്യങ്ങളുമുണ്ട്. ഞാൻ പണ്ട് പറഞ്ഞ ചെക്കനെ പോലെ തന്നെയാണ്. നാട്ടിലുള്ള സ്ത്രീകളൊക്കെ പണ്ടോട്ടെ മണവും ഗുണവും അറിഞ്ഞു കാണും. പിന്നെ കല്യാണം കഴിക്കണ്ടേ, അതിനങ്ങേരകം കല്യാണം കഴിച്ചതേ ഉള്ളെന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ എൻ്റെ മനസ്സ് നന്നായി വിഷമിച്ചു. പിന്നെ ഞാൻ ഓർത്തു, എന്ത് ചെയ്യാനാണ്, ഇങ്ങനെ സ്വഭാവമുള്ള ആൾക്കാരെയും അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളുകളില്ലേ. അവസാനം അവൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു എന്ന്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്കും ഒരു ചാൻസ് വേണമെന്ന്. ഞാൻ പറഞ്ഞു, അത് വേണ്ട, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കടക്കണ്ടെന്ന്. അപ്പോൾ പറഞ്ഞു, എടി പ്ലീസ്, എനിക്ക് റിലാക്സേഷൻ ഇല്ല, അത് മാത്രമല്ല ഒത്തിരി നാളായി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റ് ചോയ്സുകൾ ഒക്കെ ഉണ്ടെങ്കിലും ഇത്രത്തോളം ഒന്നും വരില്ല മോളെന്ന് പറഞ്ഞു. അവൾ എന്നെ നിർബന്ധിച്ചപ്പോൾ നോക്കട്ടെ, നീ എന്നാ വീട്ടിലേക്ക് വരുന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇപ്പം അമ്മായിമ്മ വീട്ടിലുണ്ട്, ഉടനെ ഇങ്ങ് വരുന്നില്ലെന്ന്. എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, അവൾ അടുത്ത ആഴ്ച വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ലേന്ന്. ഞാൻ അപ്പോൾ ദേഷ്യപ്പെട്ടു, നിങ്ങൾക്ക് എന്താ അവളെ കാണാൻ ധൃതിയാണെന്ന്. അപ്പോൾ എൻ്റെ ഭർത്താവ് പറയുകയാണ്, ഒരു കാര്യം ചെയ്യുക, അവളുടെ ഉണങ്ങിയ വസ്ത്രങ്ങളെല്ലാം നീ അലമാരയിൽ വെച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞു, വെച്ചിട്ടുണ്ട്. എങ്കിൽ തൊങ്ങല് മാത്രമുള്ളത് ധരിച്ചു വരാൻ പറഞ്ഞു. അവളുടേത് ഞാൻ എന്തിന് ഇടണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നെ വഴക്ക് പറഞ്ഞു. നീ സഹകരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഉടക്കേണ്ടി വരും, പിരിയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴേക്ക് അന്ന് എന്നോട് വളരെ സ്നേഹം കൂടുതലായിരുന്നു. പുതിയ പദ്ധതികളുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. പക്ഷേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വേറെ പല കാര്യങ്ങളും പിന്നാമ്പുറവും ട്രൈ ചെയ്തു. ഞാൻ പറഞ്ഞു വേണ്ട. അപ്പോൾ എന്നോട് പറഞ്ഞു, അവൾ അതിനൊക്കെ റെഡിയായിരിക്കും, അവൾ നിന്നെ പോലെയല്ലെന്ന്. ഞാൻ പറഞ്ഞു, അത് നിങ്ങൾക്ക് ഇങ്ങനെ അറിയാമെന്ന്. അവളുടെ സ്വഭാവത്തിൽ നിന്ന് എനിക്കറിയാം, പ്ലീസ് അവളാണ് നീയെന്ന് ഞാൻ വിചാരിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ആകെ അസ്വസ്ഥയായിരുന്നു. എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ ഭർത്താവും അവളും ഒരേ വൈബിലുള്ളവരാണ്. അവർ രണ്ടുപേരും കൂടിയാണ് ചേർന്ന് പോകേണ്ടത്. അതിൽ ഞാൻ അത്രയ്ക്ക് അങ്ങ് ചേർന്ന് പോകില്ല. എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇനിയിപ്പം ഈ ദാമ്പത്യബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ പിരിഞ്ഞു പോകേണ്ടി വരും. ഏതാ നല്ലതെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ഓർത്തു, അങ്ങേരുടെ ഇഷ്ടത്തിന് വിടുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഈ കാര്യത്തിൽ അയഞ്ഞ സമീപനം പുലർത്താതെ ഇങ്ങനെയോട് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയായപ്പോൾ ഞാൻ അവളോട് കാര്യം പറഞ്ഞു. അവൾ ഓടി വന്നു. 1 മാസമല്ല 10 മാസം വേണമെങ്കിലും ഞാൻ ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞു. അവൾ എന്നോട് പറഞ്ഞു, പിന്നെ ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ അത്രയും മാത്രം മതി. രാത്രി എന്ന് പറയുമ്പോൾ ഞാൻ സ്വസ്ഥമായി എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. അതെന്താടി അങ്ങനെ? അല്ല, ഭാര്യയായി നിൻ്റെ സ്ഥാനം എനിക്ക് തട്ടിയെടുക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ മിക്കവാറും ദിവസങ്ങളിൽ 2-3 മണിക്കൂറാണ്. സാധാരണ ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാത്ത സമയമാണ്. അതായത് 6-7-8 മണികളൊക്കെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഭർത്താവിന് അവളോട് വലിയ ഒരു അടുപ്പമുണ്ട് എന്ന് വെച്ചിട്ട് ഇന്ന് വരെ ദാമ്പത്യത്തിന് പ്രശ്നമൊന്നുമില്ല. എന്നാൽ എനിക്കൊരു സംശയം, അവളോട് ഓവർ അറ്റാച്ച്മെൻ്റ് ആയിപ്പോയില്ലേ? അതുമാത്രമല്ല, രണ്ടുപേരും തമ്മിലുള്ളപ്പോൾ അലയും വിളിയും അടുക്കള വരെ കേൾക്കാം. അപ്പുറത്തെ വീട്ടിലെ പ്രീച്ചിച്ചിട്ടുണ്ട് ചോദിച്ചു, എടി നീ ഭർത്താവ് കൂടെ സന്ധ്യ നേരത്ത് എന്താ എൻ്റെ വീട്ടിൽ തന്നെ ഇരുന്നാൽ കേൾക്കാമല്ലോ, നിനക്ക് കുറച്ച് ശ്രദ്ധിച്ചുകൂടെ? ഇടയ്ക്കൊക്കെ നിൻ്റെ കൂട്ടുകാർ വന്ന് അവിടെ താമസിക്കുന്നില്ലേ? ആ പെൺകുട്ടി എന്ത് വിചാരിക്കും എന്നോട് ചോദിച്ചു. അവസാനം ഇത്തരം ബന്ധങ്ങൾ കുളമാകുമോ മാഡം? ഇതൊന്നും അനുവദിക്കരുതായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇപ്പോൾ അവർ തമ്മിൽ വലിയ മാനസിക അടുപ്പമാണ്. പക്ഷേ ഹസ്ബൻഡിന് എന്നോട് യാതൊരു പ്രശ്നവുമില്ല. എൻ്റെ നേരം എനിക്ക് കിട്ടും. എല്ലാം പഴയതുപോലെ തന്നെയാണ്. എന്നാലും പോകെ പോകെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. പക്ഷെ അവളെയും പിണക്കാൻ പറ്റില്ല, എൻ്റെ ഭർത്താവിനെ പിണക്കാൻ പറ്റില്ല. ഇങ്ങനെ സമ്മതിക്കുന്നത് ഒരു തെറ്റാണോ മാഡം? ഇങ്ങനെ സമ്മതിക്കുന്ന ഭാര്യമാർ കാണുമോ? എനിക്കറിയില്ല. എൻ്റെ മനസ്സിന് എന്തിനും പ്രശ്നമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാഹചര്യങ്ങളാണല്ലോ മനുഷ്യൻ്റെ മനസ്സ് മാറ്റുന്നത്. എങ്കിലും 90% ആൾക്കാർക്കും പാർട്ട്നേഴ്സിനോട് പൊസസീവ്നെസ് ആയിരിക്കും. ചിലർക്ക് കാണില്ല, ചിലർ അയഞ്ഞ സമീപനം പുലർത്തും, എന്ന് സഹിക്കാൻ തയ്യാറാകും. അപ്പം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ ഇത്രയ്ക്കും അടുത്ത്
വിശ്വസിക്കുന്നു, അവരെ സ്വാതന്ത്ര്യത്തോടുകൂടി വീട്ടിൽ താമസിപ്പിക്കുന്നു. അവർ വന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും നിങ്ങളും ഓക്കെ പറയുന്നു. അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ ഭവിഷ്യത്തുകളും നല്ല ഗുണങ്ങളും ഒക്കെ നിങ്ങൾ 3 പേരും കൂടെ ചേർന്ന് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതിനകത്ത് നല്ലത് നടക്കുമോ ചീത്ത നടക്കുമോ എന്നറിയില്ല. കാര്യം നടക്കുന്നത് നല്ല കാര്യമല്ല. പിന്നെ എങ്ങനെയാണ് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഇല്ല എന്നൊക്കെ നമ്മൾ പറയുന്നത് ഒന്നും പ്രഡിക്റ്റബിൾ അല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചിത്രമായി ജീവിക്കുമ്പോൾ വിചിത്രമായ കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുക. അത് എന്ത് വിചിത്രമായിരിക്കും വരാൻ പോകുന്നതെന്ന് ഫ്യൂച്ചറിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. അടുത്ത വീട്ടിലെ ചേച്ചി കേൾക്കാൻ മാത്രം മതിമറന്ന് പരിസരബോധമില്ലാത്ത രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ ഒരു ദിവസം അവർ കണ്ടുപിടിക്കും എന്തിനാണ് ഈ സ്ത്രീ വരുന്നതെന്ന്. ആ സമയത്ത് ഇത് എൻ്റെ വീട്, എൻ്റെ ഇഷ്ടം, ഞങ്ങളുടെ സദാചാരം എന്ന് പറഞ്ഞ് എല്ലാം ഡിഫെൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്താ ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയതാണെങ്കിൽ അത് സോൾവ് ചെയ്യുക. ഇനി പ്രശ്നങ്ങളല്ലാതെ നല്ലതാണെങ്കിൽ അത് അനുഭവിക്കുക. ഇതിന് രണ്ടും ഉത്തരവാദിത്തമില്ലാതെ നമ്മൾ ഇറങ്ങിത്തിരിക്കരുത്. എന്നോട് ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ത് വരുമെന്ന്. സാധാരണ ഭാര്യമാർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണിച്ചു കഴിയുമ്പോൾ അവസാനം അത് പ്രശ്നമാകുകയാണ് പതിവ്. ഇവിടെയെങ്കിലും ആ പതിവ് തെറ്റിച്ച് നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം കേട്ടോ.